Kerala and Karnataka, the glow of purity. सबसे निराले ओ राहुल जी आए वायनाड जागे। अब तरक्की की तरफ बढ़ता हिंदुस्तान है, क्योंकि लीग और कांग्रेस हिंद की आवाज है। अब तरक्की की तरफ बढ़ता हिंदुस्तान है, क्योंकि लीग और कांग्रेस हिंद की आवाज है। അതാണ് ഞങ്ങളുടെ സൗഭാഗ്യം, രാഹുൽ എന്ന മഹാഭാഗ്യം. അതിൽ പരം ഇനിയൊരു കാര്യം അർഹിക്കുന്നില്ല തുസാരം. ഉनको दिखाई और साथ चलो ना, उनको दिखाई और साथ चलो ना, बस उन्हीं को वोट डाले। मुल्क अपना खुद बचाए, मरहबन नगला मरहबन सगला। ये सबसे निराले ओ राहुल जी आए वायनाड जागे। अब तरक्की की तरफ बढ़ता हिंदुस्तान है, क्योंकि लीग और कांग्रेस हिंद की आवाज है। अब तरक्की की तरफ बढ़ता हिंदुस्तान है, क्योंकि लीग और कांग्रेस हिंद की आवाज है। അതാണ് ഞങ്ങളുടെ സൗഭാഗ്യം, രാഹുൽ എന്ന മഹാഭാഗ്യം. അതിൽ പരം ഇനിയൊരു കാര്യം അർഹിക്കുന്നില്ല തുസാരം. उनको दिखाई और साथ चलो ना, उनको दिखाई और साथ चलो ना, बस उन्हीं को वोट डाले। मुल्क अपना खुद बचाए, मरहबन नगला मरहबन सगला। ये सबसे निराले ओ राहुल जी आए वायनाड जागे। अब तरक्की की तरफ बढ़ता हिंदुस्तान है, क्योंकि लीग और कांग्रेस हिंद की आवाज है। अब तरक्की की तरफ बढ़ता हिंदुस्तान है, क्योंकि लीग और कांग्रेस हिंद की आवाज है।
बन सहला ये सबसे निराले ओ राहुल जी आए വയനാട് രാഗേ ഉन्हीं के നമ്മുടെ അനുവാദമോ അധ്യാപക സംഘടനകളുടെയോ വിദ്യാർത്ഥി സംഘടനകളുടെയോ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെയോ പൊതുജനങ്ങളുടെയോ സ്വീകാര്യതയില്ലാതെ ചോദ്യം ചെയ്യാതെ അവരെ കൂട്ടി ഒരു യോഗം പോലും വിളിക്കാതെ ഏകപക്ഷീയമായി നടപ്പിലാക്കിയ അക്കാദമിക കലണ്ടർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ 14 DDE ഓഫീസിന്റെ മുന്നിലും അതിശക്തമായി KPST അടങ്ങുന്ന സംയുക്ത അധ്യാപക സമിതി ക്ലസ്റ്റർ ബഹിഷ്കരിച്ചുകൊണ്ട് സമരം ചെയ്യുകയാണ്. കാസർഗോഡിന്റെ സാഹചര്യം വെച്ചുകൊണ്ട് ഉണ്ടാക്കണ്ട എന്ന് മാത്രം വിചാരിച്ചുകൊണ്ടാണ് ഈ പൊരിവെയിലത്ത് ഞങ്ങൾ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിന്റെ മുമ്പിൽ നിന്നും ജാഥയായി DEO ഓഫീസിന്റെ മുന്നിൽ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ കുട്ടികൾ, കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകരെല്ലാം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മുടെ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വാട്സാപ്പിലൂടെ വന്ന ഒരു മെസ്സേജ്, അദ്ദേഹം ആദ്യം തന്നെ പറയുന്നു, ഞാനൊരു അധ്യാപകനല്ല, പക്ഷേ കുട്ടികൾ ഒരു യന്ത്രമല്ലെന്നും കുട്ടികളെ 6 ദിവസം കൂട്ടിലിട്ട തത്തയെ പോലെ ഇരുത്തുന്നത് അശാസ്ത്രീയവും തെറ്റുമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. സാധാരണ കൂലിപ്പണി എടുക്കുന്ന ഒരാളായ അദ്ദേഹത്തിന് ഈ കാര്യത്തെക്കുറിച്ച് ധാരണയുണ്ടെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഒന്നുകൂടെ എടുത്തു പറയുന്നു, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. 6ാം പ്രവൃത്തി ദിവസം എന്ന് പറയുന്നത് അധ്യാപകർ 5 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്ന്. പ്രിയപ്പെട്ട ജനങ്ങളെ, പ്രിയപ്പെട്ട കേൾവിക്കാരെ എല്ലാവരോടുമായി പറയുകയാണ്, 1971 അന്നത്തെ മുഖ്യമന്ത്രി പ്രവൃത്തി ദിവസം 240 ആക്കിയത് നിങ്ങൾ ചരിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അന്ന് കേരളത്തിലെ മുഴുവനും അധ്യാപക പ്രസ്ഥാനം ഒന്നടങ്കം അത് ബഹിഷ്കരിക്കുകയും സമരം ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി അന്നത്തെ വിവേകമുള്ള ഭരണകർത്താക്കൾ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയും അധ്യാപകരുടെ ജോലി ഭാരത്തെക്കുറിച്ച് പഠിക്കുകയും സാധാരണ പ്രൈമറി മുതൽ ഹൈസ്കൂൾ വരെയുള്ള അധ്യാപകർ 10 മുതൽ 11.5 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നുണ്ട്. ഈ 200 പ്രവൃത്തി ദിവസത്തിൽ നിർത്താൻ ഞങ്ങൾക്കറിയാം. ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ല പറയുന്നത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കണമെന്ന് ദേശീയ വീക്ഷണമുള്ള അധ്യാപക പ്രസ്ഥാനം എന്ന നിലയിൽ താക്കീതായി പറയുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സറിയാവുന്ന, കേരള മനസാക്ഷിയെ തൊട്ടറിഞ്ഞ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കൃത്യമായി ഉത്തരം കൊടുത്ത പിണറായി സർക്കാരിന് ചുട്ട മറുപടി കൊടുത്ത ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ KPSTയെ ശക്തമായി പറയുകയാണ്, ഈ സമരം വെറും സൂചനയാണ്. നാളെ നഗരവീഥികളിൽ ഞങ്ങൾ ജോലി നഷ്ടപ്പെട്ടാലും ശരി, അത് കൃത്യമായി നേടിയെടുക്കുന്നതുവരെ സമരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഔപചാരികമായി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിനും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനുമായി ജില്ലയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ KV വാസുദേവൻ നമ്പൂതിരി അവരുടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. പ്രതിരോധം തീർക്കുന്ന പഞ്ചാക്ഷരി മന്ത്രമാണ് KPST അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് KPST നടത്തുന്ന ത്യാഗോജ്വലമായ മതേതര ജനാധിപത്യ പക്ഷത്തെ കരുത്തുറ്റ അധ്യാപക പ്രസ്ഥാനമായ KPST നടത്തുന്ന അധികം മംഗലാരം പരിപാടി അടുത്ത ചാനലല്ലേ? ആ വിലയിരുത്തിയതിനെതിരെ വിമർശനം എന്ത് ഇങ്ങനെ വിമർശനം ശരിയായില്ല എന്ന്, സ്വയം വിമർശനം നടന്നില്ല എന്ന് സെൻട്രൽ കമ്മിറ്റി പറഞ്ഞത്. വെസ്റ്റ് ബംഗാൾ പോലെ ആവും നിങ്ങളെന്ന് ഞാൻ പറയുന്നത് ആക്കണം. ഞാൻ പറയുന്നത് പരമാവധി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു ടൈം കൂടി വരെ നിങ്ങൾ അടുത്ത ഇലക്ഷൻ ഇവരെ കുത്തി ജയിപ്പിക്കുക. KPST ജിന്ദാബാദ്.
ലോകമാകെ അംഗീകരിച്ച പോലീസ് നമ്പർ ഇട്ടിട്ട് സൈബർ സെല്ലിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വണ്ടി എടുക്കാനുള്ള കാര്യം. നമുക്ക് അങ്ങോട്ട് വേദിയിലോട്ട് പോയിട്ട് പരിപാടി തുടങ്ങി. യൂസഫ് കൊട്ടയാടി ഇവിടെ നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീമതി സ്വപ്ന ജോർജ്, വിവിധ തലങ്ങളിലുള്ള ഭാരവാഹികളെ, അതേപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള KPSTയുടെ കർമ്മഭടന്മാരെ. ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും സംയുക്ത അധ്യാപക സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകർ ക്ലസ്റ്റർ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. QAP യോഗത്തിൽ വെച്ച് 204 പ്രവൃത്തി ദിനങ്ങൾ എന്ന് അംഗീകരിച്ച ശേഷം ഏകപക്ഷീയമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി 200 അംഗീകരിക്കുകയില്ല, അതേപോലെ തന്നെ സംയുക്ത അധ്യാപക സമിതി അംഗീകരിക്കുകയില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലുടനീളം ബഹുഭൂരിപക്ഷ അധ്യാപകരും ക്ലസ്റ്റർ ബഹിഷ്കരിച്ചുകൊണ്ട് സമരം നടത്തുകയാണ്. ഈ സമരത്തിന് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ആദ്യമായിട്ട് അഭിവാദിച്ചു. അതിന് ഓശാന പാടുന്ന KSTA സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ നമ്മൾ വാട്സാപ്പുകളിൽ കണ്ടിട്ടുണ്ട്. വെള്ളാനുകളുടെ നാട് എന്ന സിനിമയില് കുതിരവട്ടം പപ്പുവിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, ആ ചെറിയ സ്പാൻറിങ് ഒന്ന് ഇപ്പൊ ശരിയായി തരാം. അതേപോലെ തന്നെയാണ് നമ്മുടെ KSTയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ഇപ്പൊ ശരിയാക്കി തരും. അപ്പോ എപ്പോ ശരിയാക്കും നമുക്കറിയില്ല, ഇതുവരെ ശരിയായിട്ടില്ല. അപ്പൊ നമ്മള് ആലോചിക്കേണ്ട കാര്യം KSTA അധ്യാപകരോടൊപ്പമില്ല, ഇടതു സംഘടനകൾ അധ്യാപകരോടൊപ്പമില്ല, അധ്യാപകരോടൊപ്പമുള്ള ഏക സംഘടന KPSTA മാത്രമാണ്. അത് ഉറക്കെ പ്രഖ്യാപിക്കുന്ന നമുക്കറിയാം. 6ാം പ്രവൃത്തി ദിനം മാത്രമല്ല നമ്മുടെ അജണ്ടയിലുള്ള ഇന്നത്തെ 29ാം തീയതിയിലെ ഈ മാർച്ചിലുള്ളത്. നമ്മുടെ DA 19% നമുക്ക് തരാൻ ബാക്കിയുണ്ട്. നമുക്ക് തന്നു കഴിഞ്ഞിട്ടുള്ള 2% അരിയർ കാണാനില്ല. ജീവാനന്ദം എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്ന് നമ്മുടെ പണം തട്ടാൻ വീണ്ടും ശ്രമിക്കുന്നു. മെഡിസപ്പ് എന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KPSTA നടത്തുന്ന ഈ മാർച്ച് കേരളത്തിലെ 14 ജില്ലകളിലും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നടത്തുകയാണ്. ഏതായാലും നമ്മള് ഈ സമരത്തിൽ നിന്ന് ഒട്ടും പിറകോട്ട് പോവുകയില്ല. ഈ സമരം അത്യുജ്വലമായിട്ട് മുന്നോട്ട് പോകും എന്ന് 6ാം പ്രവൃത്തി ദിനം നടക്കുന്ന ക്ലസ്റ്റർ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ആ ബഹിഷ്കരണത്തോടനുബന്ധിച്ച് KPSTA ഇന്ന് 14 DD ഓഫീസുകൾക്ക് മുന്നിലും മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ ഒരു മാർച്ച്. നമ്മൾ 6ാം പ്രവൃത്തി ദിവസം നടക്കുന്ന ക്ലസ്റ്ററാണ് ഇന്ന് ബഹിഷ്കരിച്ചിരിക്കുന്നത്. ഒരു കാര്യവും ഒരു സംശയവും ആർക്കും വേണ്ട. 6ാം പ്രവൃത്തി ദിവസം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ അധ്യാപകർ പ്രവർത്തിക്കില്ല എന്ന് KPSTA ഉറപ്പോടുകൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നമ്മൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോയിരിക്കുകയാണ്. ജൂലൈ 1ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നമ്മുടെ കേസ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഏതോ ഒരു മൂവാറ്റുപുഴയിലെ മാനേജ്മെന്റ്, ഒരു മാനേജറും അവിടുത്തെ PTA പ്രസിഡന്റും കേവലം ഒരു ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിച്ചപ്പോൾ അതിനെതിരെ വസ്തുതകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കേരളത്തിലെ അധ്യാപകരെ തെരുവിലിറക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വിദ്യാഭ്യാസത്തിന്റെ ആദ്യ മാസം തന്നെ കടന്നുപോയത്. നമുക്കറിയാം, ജൂൺ 3ാം തീയതി പ്രവൃത്തി ദിവസം തുടങ്ങിയ ദിവസം തന്നെ
കേരളത്തിലെ ഡി ഓഫീസിന് മുന്നിൽ നമ്മൾ മാർച്ചുമായി എത്തിച്ചേർന്നതാണ്. ഇവിടെ അധ്യാപകരുടെ പ്രശ്നമല്ല. നമുക്കറിയാം 225 പ്രവൃത്തി ദിവസമായാലും കേരളത്തിലെ അധ്യാപകർ പ്രവർത്തിക്കുന്നതും കേരളത്തിലെ പാഠ്യപ്രവർത്തനത്തോടൊപ്പം ഒരുപാട് പാഠ്യേതര പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങളിൽ നടക്കുന്നുണ്ട്. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, SPC, NSS, ജൂനിയർ റെഡ് ക്രോസ്, ലിറ്റിൽ കൈറ്റ്സ് തുടങ്ങിയ ഒരുപാട് പ്രവർത്തനങ്ങൾ, അതിന്റെ പരിശീലനങ്ങളും അതിന്റെ കുട്ടികൾക്കുള്ള പരിപാടികളും നടത്തുന്നത് ശനി ഞായർ ദിവസങ്ങളിലാണ്. ഇതെന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് കണ്ടാൽ മനസ്സിലാകുന്നില്ലേ? അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഓശാന പാടിക അവരുടെ കൂടെ നടക്കുന്ന ഉദ്യോഗസ്ഥ പ്രമുഖർക്കും മനസ്സിലാകുന്നില്ലേ? അതുകൊണ്ട് തന്നെയാണ് നാം പറയുന്നത്, കുട്ടികളുടെ മനഃശാസ്ത്രപരമായ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ 6ാമത് പ്രവൃത്തി ദിവസം വേണ്ട എന്ന് തന്നെയാണ് നമുക്കിവിടെ ബോർഡിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാം സെറ്റാണെന്ന്. എന്താ സെറ്റ്? KPSC പറയുന്ന എല്ലാം തെറ്റാണ്. ഇവിടെ സെറ്റല്ല, എല്ലാ മേഖലകളിലും തെറ്റാണ്. നമുക്കറിയാം, നമ്മുടെ DA വരാത്തത് 19% DA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അധ്യാപകരും ഇവിടെ 15 മാസത്തെ കുടിശ്ശിക, 15 മാസം ശമ്പളമാണ് DA കുടിശ്ശിക പ്രഖ്യാപിച്ചു. എന്താ സംഭവിച്ചത്? കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് മുൻകാല പ്രാബല്യമില്ലാതെ യൂണിയനും KSTM ഉൾപ്പെടുന്ന സംഘടനകൾ ഒരു സംശയം വേണ്ട അണികളോട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും KPSTയുടെ നേതൃത്വത്തിൽ DG. ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ട, നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു സമരത്തിൻ്റെ ചേതോവികാരം എന്താണെന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഞാൻ പറയാം, കേരളത്തിലെ 14 ജില്ലകളിലെ ശ്രമമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല കലുഷിതമാക്കിക്കൊണ്ട് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ അയക്കാനുള്ള ഇടനിലക്കാരനായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി കാണണം. നിങ്ങൾ മാത്രമാണോ? നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും പ്രധാനമായിട്ട് 6ാം പ്രവൃത്തി ദിവസം ശനിയാഴ്ച പോകണമെങ്കിൽ കുട്ടികളെ എവിടെ ആക്കും? കഴിഞ്ഞ ദിവസം സ്കൂളുകൾ വിട്ടത് ഉച്ചയ്ക്കാണ്. നമ്മുടെ CLയുമായി ബന്ധപ്പെട്ട സമരത്തിൽ 12 മണിക്കാണ്. നിങ്ങൾ അറിയണം, മരക്കാപ്പ് കടപ്പുറത്തെ 5 കുട്ടികളാണ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. എന്താ അറിയോ? കുട്ടികൾ വീട്ടിലേക്ക് കടന്നു പോകുമ്പോഴേക്ക് വരവേൽക്കാൻ രക്ഷിതാക്കളില്ല. അവിടെ എന്താണ്, സമീപ പ്രദേശത്തെ ആളുകളില്ല. മറ്റധ്യാപകർ പുറത്തു പോയിട്ടുണ്ട്, അതുപോലെ രക്ഷിതാക്കൾ പുറത്തു പോയിട്ടുണ്ട്. വീട്ടിലേക്ക് അയച്ച ഒരു പ്രവർത്തനങ്ങൾ ഈ കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിലുണ്ടായി. നിങ്ങൾ നോക്കണം, അന്ന് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ പിണറായിയുടെ പോലീസ്, പിണറായിയുടെ മന്ത്രിസഭ, മന്ത്രി അംഗങ്ങൾ പറയും അധ്യാപകർ നോക്കാതെ കുട്ടികൾക്ക് വല്ലതും സംഭവിച്ചു. അവിടെ വരെ എത്തിക്കാനുള്ള ശ്രമമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കുട്ടികളെ ആരാണ് ശ്രദ്ധിക്കുക? ഈ കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ആരാണ് ചെയ്തു കൊടുക്കുക? അധ്യാപകനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാനുണ്ടോ? ഷാനവാസ് സാർ അറിയാം, അദ്ദേഹം ഇപ്പോഴും പറയുകയാണ്. എന്താണ് പറയുന്നത്? ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് വേണം. അങ്ങനെയാണ് മന്ത്രിയുടെ മനസ്സിൽ ചെവിയിൽ പറഞ്ഞപ്പോൾ ആ പൊട്ടം പറഞ്ഞത്. എന്ന 5 വരെ വേണ്ട. ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരു ആലോചന വേണ്ടേ? അവിടെ ഇവിടെ ആലോചിക്കാണ് പറയുന്നത്. എന്താണ് 4 വരെ LP ക്ലാസ് ഒഴിവാക്കാം? ചില സ്കൂൾ UP ഉണ്ട്. അപ്പൊ മന്ത്രി ചോദിച്ചു, അവിടെ എപ്പോൾ എങ്ങനെയാണ്? അപ്പോ അവിടുത്തെ LP ടീച്ചർ വേണ്ടേ? ഒരു യൂണിറ്റിലെ സ്കൂൾ എന്നാ മേലെയും വേണ്ട. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സാർ മേലെ ഇപ്പൊ ഇല്ല. സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പൊ ശനിയാഴ്ച ഇല്ല സാർ. അപ്പൊ പറഞ്ഞു അവരെ സമയം കൂട്ടിയിട്ടുണ്ട്. അപ്പൊ പറയുന്ന ഇവര് സമയം കൂട്ടാം. ഇതൊക്കെ നിങ്ങൾ ഈ അകത്തളകൾ നടക്കുന്ന യാഥാർത്ഥ്യമാണ്. അപ്പൊ ചോദിച്ചു, അപ്പൊ എപ്പോഴാണ് പ്രേയറിന് ബെല്ലടിക്കുക? അപ്പൊ ആദ്യത്തെ അടിച്ചു. അപ്പൊ 9:30 ഇട്ടു. 9 കുട്ടികൾ 1 മണിക്കൂർ നീട്ടും. 4:30 വരെ നിൽക്കണം. അപ്പൊ എപ്പോഴാ പ്രേയർ ചെയ്യേണ്ട ടീച്ചറെ? പ്രേയർ ചെല്ലുമ്പോൾ UP സ്കൂളിലൊക്കെ ടീച്ചർ കുട്ടികൾ എങ്ങനെ നടന്നു വരും? LP ടീച്ചർ ഇട്ട പിള്ളേർ ടൗസർ ഇട്ടിങ്ങനെ പോകും. അപ്പൊ ദേശീയകാലത്തിന് എവിടെയാണ് നിൽക്കേണ്ടത്? അറിയില്ല. എത്രയാണ് ഒഴിവുള്ളത്? LP എത്ര, UP എത്ര, പ്രൊമോഷൻ നൽകിയത് എത്ര, പോസ്റ്റിംഗ്? ആൺകുട്ടിയും പെൺകുട്ടിയും ഇങ്ങനെ കളിക്കാൻ, ഫുട്ബോൾ കളിക്കണം. ഒക്കെ തീരട്ടെ, ഇതിന്റെ അടി പറയല. അത് പ്രധാനമായിട്ട് എന്താണ് പറഞ്ഞത്? ആ പുസ്തകവുമായി ബന്ധപ്പെട്ട് സാറ് കൂടി കേൾക്കുന്നുണ്ടാണ്. ഇപ്പൊ എന്താ ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ പറയുന്നില്ലേ? മാഷ് എന്താണ് കുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ വിടുക? ആൺകുട്ടികൾ കളിക്കാൻ പോയി, പെൺകുട്ടികൾ കളിക്കാൻ പോയി. പെൺകുട്ടികൾ കളിക്കാനാവുന്നില്ല. അപ്പോ എന്താണ്? ചെരുപ്പ് കൊടുത്തു, ചെരുപ്പ് കൊണ്ട് ഫുട്ബോൾ കളിക്കാം. അപ്പോഴാണ് ഇതാവുന്നില്ല എന്ന് മനസ്സിലാവുന്നത് പെൺകുട്ടികൾക്ക്. എന്നിട്ട് ഇദ്ദേഹം എന്തായിരുന്നു? ആൺകുട്ടികൾ ഈ പെൺകുട്ടികളോട് പറയും, ആൺകുട്ടികൾക്ക് വളരെ ശാരീരികമായ കരുത്തുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമേ ഫുട്ബോൾ കളിക്കാനാവൂ എന്നാണ്.
രാവിലെ തന്നെ വിളിച്ചു. ഞാൻ കൃത്യസമയത്തെത്തും, 7:30 മണിക്ക് ട്രെയിനിൽ നിന്നാണ് വിളിക്കുന്നത്. കാര്യമെല്ലാം ഓർമ്മയുണ്ട്, എത്ര പേരുണ്ടാവും? ഞാൻ പറഞ്ഞു 500-ൽ പരം ആളുണ്ടാവും. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു 1000 എന്നല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞാൽ ആദ്യം 300 എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ജനങ്ങളുടെ, അധ്യാപകരുടെ ശക്തമായ എതിർപ്പ് കൊണ്ടാണ് ഇന്ന് 600-ൽ പരം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നത്. ഞങ്ങൾ പോലീസിന് കൊടുത്തത് 200-300 ആൾ വരുമെന്നാണ്. പ്രിയപ്പെട്ട എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ ശക്തനായ, കാസർഗോഡ് നഗരത്തിന്റെ പിതാവായ, 3 തവണ നമ്മുടെ നിയമസഭയിൽ ഗർജിക്കുന്ന സിംഹമായി കഴിഞ്ഞ ആഴ്ച ലീഗിനെ അവഹേളിച്ച MLAക്ക് ചുട്ട മറുപടി. ഞങ്ങൾക്ക് ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ബിരിയാണി കൊടുക്കാനും അറിയാം, അതിന് കഴിവുള്ള ഞങ്ങൾ ഉണ്ടായതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽജി ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കില്ലായിരുന്നു ഉറക്കെ പറഞ്ഞ് നാടിന്റെയും സമൂഹത്തിന്റെയും കയ്യടി വാങ്ങിയ ധീരനായ ഞങ്ങളുടെ വികാരമായ ശ്രീ എൻ നെല്ലിക്കുന്ന് MLA അവരുടെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ പരിപാടി KPSTA നടത്തുന്ന DE ഓഫീസ് മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അഭിസംബോധന ചെയ്യുന്നു. അദ്ദേഹം സംസാരിക്കാറുണ്ട്. നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് MLAമാരുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെയും വളരെ പ്രധാനപ്പെട്ട യോഗമാണ് DDC എന്ന് പറയുന്നത്. കഴിഞ്ഞ 3 മാസക്കാലം DDC ചേരാൻ പറ്റിയില്ല, പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇന്നാണ് 3 മാസത്തിന് ശേഷം ഇന്നാണ് ആദ്യമായി ചേർന്നത്. ആ യോഗത്തിൽ പങ്കെടുത്തില്ല എങ്കിൽ എൻ്റെ മണ്ഡലത്തിലെയും കാസർഗോഡ് ജില്ലയിലെയും പൊതുവായ പ്രശ്നങ്ങൾ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ആ യോഗത്തിൽ പോയത്. ഞാൻ വളരെ നേരത്തെ തന്നെ യോഗത്തിൽ പോയി പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചതാണ്. അത് എനിക്ക് പറ്റാത്തത് എന്താണ് എന്ന് കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, പ്രതിസന്ധി എന്ന് പറയുന്നത് +1 SSLC പാസ്സായ ഒരുപാട് കുട്ടികൾ ഇന്നിപ്പോൾ +1 സീറ്റ് കിട്ടാതെ വിഷമിക്കുകയാണ്. ഞാൻ ഈ രാവിലെ വീട്ടിലെത്തിയപ്പോൾ ഒരു 10ഓളം രക്ഷിതാക്കളും കുട്ടികളും എൻ്റെ വീട്ടിൻ്റെ പുറത്ത് എന്നെ കാത്തിരിക്കുകയായിരുന്നു. അതിൽ 80% മാർക്ക് കിട്ടിയ കുട്ടികളുണ്ട്, 90% മാർക്ക് കിട്ടിയ കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ഇപ്പോൾ എല്ലാ അലോട്ട്മെൻറ്റുകളും കഴിഞ്ഞിട്ടും നമ്മുടെ ജില്ലയിൽ ഒരു സ്കൂളിലും പ്രവേശനം കിട്ടാത്ത കുട്ടികളാണ്. ഇവിടെ ഞാൻ വരുമ്പോൾ എനിക്ക് മുമ്പ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. നിയമസഭയിൽ എപ്പോഴും കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞത് സത്യമല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എപ്പോഴും കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ രാവിലെ 10ഓളം കുട്ടികളാണ് വന്നത്, രക്ഷിതാക്കളും കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു. പക്ഷെ നിയമസഭയിൽ ഈ കാര്യം പറയുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് അങ്ങനെ കാസർഗോഡ് ജില്ലയിൽ സീറ്റ് കിട്ടാത്ത ഒരു കുട്ടി പോലും ഇല്ല എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിയമസഭയിൽ ഇത് പറഞ്ഞു, വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല, കുട്ടികൾ വന്ന് കരയുന്നുണ്ട്, രക്ഷിതാക്കൾ വന്ന് കരയുന്നുണ്ട്. മന്ത്രി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ MLA ചോക്ലേറ്റുകൾ കരുതിയിരിക്കുക, വരുന്ന കരയുന്ന. അപ്പോൾ എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ ഒരു പ്രശ്നം ബഹുമാനപ്പെട്ട മന്ത്രി നോക്കിക്കാണുന്നത് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഞാൻ മറ്റൊരു ചോദ്യം കൂടി കൊടുത്തു. കാസർഗോഡ് ജില്ലയിൽ എത്ര കുട്ടികൾ ഇപ്രാവശ്യം SSLC പാസ്സായിട്ടുണ്ട്, പഞ്ചായത്ത് തിരിച്ചുള്ള കണക്ക് തരാൻ പറ്റുമോ എന്ന്. അപ്പോൾ എനിക്ക് ആ കണക്ക് കിട്ടിയിട്ടുണ്ട്. ആ കണക്കനുസരിച്ച് 1700ഓളം കുട്ടികൾക്ക് ഇപ്പോൾ +1 സീറ്റ് വേണം. മന്ത്രി പറയുന്നത് ഇല്ല, വെറും 200-300 ആണെന്നാണ്. മന്ത്രി തന്നെ ഉത്തരം നൽകിയതാണ് അസംബ്ലിയിൽ, 1700 കുട്ടികൾക്ക് +1 സീറ്റ് കിട്ടാൻ ഉണ്ട് എന്ന്. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറയുന്നത് ഇല്ല, 300ഓളം കുട്ടികളെ ഉള്ളൂ എന്ന്. അപ്പോൾ അതാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, വളരെ നിഷ്കളങ്കനാണ്. നിഷ്കളങ്കനായിട്ട് കാര്യം ഇല്ലല്ലോ. അതുപോലെ തന്നെ ഞാനിപ്പോൾ കൊടുത്ത മറ്റൊരു ചോദ്യത്തിന് LP UP സ്കൂളുകളിലുള്ള വേക്കൻസിയെക്കുറിച്ച്, അപ്പോൾ അത് അദ്ദേഹം മാത്രമല്ല, നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ഇപ്പോൾ ഈ മന്ത്രിമാർക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ എളുപ്പ മാർഗമാണ് വിവരം ശേഖരിച്ചു വരുന്നു. എനിക്ക് ഇപ്പോൾ എല്ലാ മന്ത്രിമാരുടെ എനിക്ക് പ്രധാനപ്പെട്ട ചോദ്യത്തിന് കിട്ടിയ ഉത്തരം ഇത് തന്നെയാണ്. ഒരിക്കലും ഞാൻ അസംബ്ലിയിൽ ഇങ്ങനെ കഴിഞ്ഞ സെഷനിലാണെന്ന് തോന്നുന്നു, അതിനു മുമ്പത്തെ സെഷനിൽ ഇങ്ങനെ തന്നെ എനിക്ക് ഉത്തരം കിട്ടി, വിവരം ശേഖരിച്ചു വരുന്നു. ഞാൻ
ആ ചോദ്യം വീണ്ടും അടുത്ത സമ്മേളനത്തിൽ അപ്പൊ അതിന് ഉത്തരവില്ല. അപ്പൊ അതാണ് നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ മന്ത്രിമാര് അതാണ് എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നിപ്പോ ക്ലസ്റ്ററൊക്കെ ബഹിഷ്കരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. നമ്മുടെ പറയുന്നത് കുട്ടികളുടെ ടെൻഷൻ കുറക്കുക എന്നാണ്. കുട്ടികളുടെ മാത്രമല്ല അധ്യാപകന്മാരുടെ ടെൻഷൻ കുറക്കണം. എങ്കിൽ മാത്രമേ ടെൻഷൻ ഇല്ലാത്ത ഒരു അധ്യാപകന് മാത്രമേ കുട്ടികളെ നന്നായി പഠിപ്പിക്കുവാൻ. അപ്പോൾ ഈ അധ്യാപകന്മാർക്ക് എപ്പോഴും ജോലിയാണ് എങ്കിൽ പിന്നെ അധ്യാപകന് ടെൻഷൻ അല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല. ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ നയം എന്ന് പറയുന്നത് എന്താണ്? ഈ സ്വകാര്യ സ്കൂളുകളിലേക്ക് ഉള്ള ഒഴുക്കിനെ തടയുക, അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കുക എന്നതാണ് നമ്മുടെ സർക്കാരിൻ്റെ നയം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു നയവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്? എപ്പോഴും ടെൻഷനാണ്. ഈ നയവുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഈ സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികൾ വരിക? ഇപ്പോൾ ഇന്ന് ഒരുപാട് സ്വകാര്യ സ്കൂളുകൾ നമ്മുടെ ഈ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂളുകളിലേക്ക് വലിയ ഫീസ് കൊടുത്തിട്ട് പോലും കുട്ടികൾ എന്തിനാണ് ആ സ്വകാര്യ സ്കൂളിലേക്ക് പോകുന്നത്? അവിടെ ടെൻഷനില്ലാതെ അവർക്ക് പഠിക്കാൻ സാധിക്കുന്നു. നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകും, എന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടാകും. നമ്മുടെ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ചില സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശനിയാഴ്ച ക്ലാസ് നടക്കുന്നുണ്ട്. എല്ലാ ശനിയാഴ്ചയല്ല, ചില ശനിയാഴ്ച ക്ലാസ് നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ ശനിയാഴ്ച കുട്ടികൾക്ക് മാഷന്മാർ പഠിപ്പിക്കുന്നില്ല. അതിന് പകരം എന്താണ് ചെയ്യുന്നത്? നീന്തൽ, സ്വിമ്മിങ്, ഓട്ടം, ജൂഡോ, അപ്പൊ ഇതുപോലെയുള്ള കുട്ടികൾക്ക് സാധാരണ കുട്ടികൾ എപ്പോഴും രാവിലെ എണീക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ വിമുഖതയാണ്. ശനിയാഴ്ച ഈ കുട്ടികളുണ്ടല്ലോ നേരത്തെ എണീക്കും. എന്തുകൊണ്ടാണ്? സ്കൂളിൽ ഇതുപോലെയുള്ള പരിപാടിയാണ്. അപ്പൊ അതാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ സർക്കാർ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ സർക്കാർ ഈ കുട്ടികളെ ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അവരുടെ കൊഴിഞ്ഞുപോക്ക് തടയാനുള്ള ഒരു പരിപാടിയും ആവിഷ്കരിക്കുന്നില്ല. ഇപ്പോൾ കുറെ മുമ്പ് നമ്മളൊക്കെ എന്താണ് പറഞ്ഞത്? നമ്മുടെ കുട്ടികൾക്ക് ഭാരമാകുന്നു എന്നാണ്. കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ തൂക്കി പോവുക, അതുപോലെ തന്നെ എപ്പോഴും പഠിത്തമായാലും ആരും പഠിക്കുകയില്ല. എപ്പോഴും കുട്ടികളോട് ടീച്ചേഴ്സ് ആയാലും അതുപോലെ തന്നെ രക്ഷിതാക്കളായാലും സ്കൂളിലെത്തിയാലും പഠിത്തം. ഈ എനിക്ക് അധ്യാപകന്മാരോട് നല്ല ബഹുമാനമാണ്. കാരണം എന്ന് വെച്ചാൽ വളരെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് അധ്യാപകന്മാർ. ഈ അധ്യാപകന്മാരെ കുറിച്ച്, നമ്മുടെ സർക്കാർ ജീവനക്കാരെ കുറിച്ചൊക്കെ ഇപ്പോൾ പത്രത്തിലും അധ്യാപകൻ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്ത ഇതുവരെ വന്നിട്ടുണ്ടോ? അപ്പോൾ സമൂഹത്തിന് മാതൃകയാണ് അധ്യാപകന്മാർ. ആ അധ്യാപകന്മാർ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാട് നിലനിൽക്കുന്നതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരുടെ ടെൻഷന് വർദ്ധിപ്പിക്കാനല്ല സർക്കാർ ശ്രമിക്കേണ്ടത്, അവരുടെ ടെൻഷൻ കുറക്കാനാണ് അധ്യാപകന്മാർ ശ്രമിക്കേണ്ടത്. അപ്പോൾ ടെൻഷനില്ലാത്ത അധ്യാപക സമൂഹമുണ്ടെങ്കിൽ മാത്രമേ നല്ല ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ടെൻഷനായി വീട്ടിലും സ്കൂളുകളിലും ടെൻഷനായി നടക്കുക, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഈ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കും? അപ്പോൾ എല്ലാ ശനിയാഴ്ചയും പണിയെടുക്കണം എന്ന് പറഞ്ഞ പരിഷ്കാരം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊരു തുഗ്ലക് പരിഷ്കാരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അത് തീർച്ചയായും നമുക്ക് മാറ്റി എടുക്കേണ്ടതുണ്ട്. ഒരുപാട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാനൊരു സ്കൂളിൻ്റെ മാനേജറാണ്. എൻ്റെ സ്കൂളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, കോർപ്പറേറ്റ് മാനേജ്മെൻറ്റാണ്. അപ്പോൾ ആ സ്കൂളിൻ്റെ മാനേജറാണ്. അവിടെ ഒരുപാട് അപ്പോയിൻമെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. ആ അപ്പോയിൻമെൻ്റ് ഒന്നും ഇപ്പോൾ അപ്രൂവ് ആകുന്നില്ല. ഇപ്പോൾ 4 വർഷമായിട്ട് നടത്തിയ ആ അപ്പോയിൻമെൻറ്റ് പോലും അപ്രൂവ് ആകാതെ കിടക്കുകയാണ്. MLA മാനേജറായ സ്കൂളിൽ പോലും ഈ അവസ്ഥയാണ് എങ്കിൽ മറ്റ് സ്കൂളിലെ അവസ്ഥ എന്താണ് എന്ന്. അപ്പോൾ ഇപ്പോൾ എന്താണ്, നമ്മളെ പെർമനന്റ് പോസ്റ്റിൽ പോലും ദിവസവേതന അടിസ്ഥാനത്തിലല്ലാതെ നമുക്ക് അധ്യാപകന്മാരെ നിയമിക്കാൻ പറ്റില്ല. ഈ അധ്യാപകന്മാർക്ക് പ്രസവാവധിയിൽ പോയാൽ സർക്കാർ, ഞാൻ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടി അസംബ്ലിയിൽ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ വിവരം ശേഖരിച്ചു എന്ന മറുപടി ആയിരിക്കും കിട്ടുക. അതും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഒരുപാട് എത്ര അധ്യാപകന്മാർക്ക് ശമ്പളം കിട്ടാതെയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മാഷന്മാരൊക്കെ ചില സ്കൂളുകളിലെ പ്രധാന അധ്യാപകന്മാർ എന്നെ കാണുമ്പോൾ പറയുന്നത്, ഞങ്ങൾ വളണ്ടിയർ
ഓരോ മാസവും നിങ്ങളുടെ കൃഷിയിലേക്ക് കാശ് വരാറല്ല. അല്ല, സ്കൂൾ ഉച്ചക്കഞ്ഞിയുടെ അരി വാങ്ങിയ വകയിൽ കാശ് കൊടുക്കാണ്ട്, പച്ചക്കറി വാങ്ങിയ വകയിൽ ചില അധ്യാപകന്മാർ, പ്രധാന അധ്യാപകന്മാർ കാശ് കൊടുക്കാണ്ട്, എന്തിനധികം യൂണിഫോമിൻ്റെ കാശ് പോലും നമ്മുടെ സ്കൂളിലെ പ്രധാന അധ്യാപകന്മാർ കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ അത് സംബന്ധിച്ചൊന്നും അസംബ്ലിയിൽ ചോദ്യം ചോദിച്ചില്ല. കാരണം മന്ത്രി പറയും ചിലപ്പോൾ സ്കൂൾ ഉച്ചക്കഞ്ഞി വക ഏതെങ്കിലും പ്രധാന അധ്യാപകന്മാർക്ക് പണം കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരം ഏത് സ്കൂളിലാണ് ഉച്ചക്കഞ്ഞി കൊടുക്കുന്നത് എന്നായിരിക്കും. ഉച്ചക്കഞ്ഞി കൊടുക്കാറുണ്ടോ എന്നായിരിക്കും ചോദിക്കുക, ഏതെങ്കിലും സ്കൂളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ സമരത്തെ വളരെ പുച്ഛമായി കാണുന്ന പറയാനുള്ളത്, ഈ അധ്യാപകന്മാരുടെ കൂടെ ഇപ്പൊ ഈ സമരത്തിൽ ഈ മാർച്ചിൽ പങ്കെടുത്ത ആളുകൾ മാത്രമല്ല ഉള്ളത്, ഞാനടക്കം ഈ കാസർഗോഡ് ജില്ലയിലെ എല്ലാ ജനങ്ങളും ഈ അധ്യാപകന്മാരെ കൂടെയുണ്ട്. നിങ്ങൾ ഇതിനെ പുച്ഛിച്ച് തള്ളിയാൽ, അല്ലെങ്കിൽ ഈ അധ്യാപകന്മാരെ ഏതെങ്കിലും കാരണത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പലിശ അടക്കം തിരിച്ചു തരും എന്നാണ് എനിക്കത് സംബന്ധിച്ച്. വർക്കാണോ എന്ന് അവിടെ പ്രസംഗവും അവരുടെ നിലപാട് അങ്ങനെയാണ്. അപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ ദൈവം മൂക്ക് തന്നിട്ടുണ്ട്, നാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നാക്ക് എന്തിനാണ് തന്നത്? നാക്ക് ദൈവം തന്നത് നല്ലത് പറയാൻ വേണ്ടി മാത്രമാണ്, നല്ല വാക്കുകൾ പറയാൻ വേണ്ടി മാത്രമാണ് നാക്ക് ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുള്ളത്. പക്ഷേ ചില ആളുകളുടെ വിചാരം നാക്ക് ദൈവം തന്നിട്ടുള്ളത് വെറും കള്ളം പറയാൻ വേണ്ടി മാത്രമാണ് നാക്ക് തന്നിട്ടുള്ളത് എന്ന് ചില ആളുകൾ ത്തിന് വേണ്ടി മാത്രം നമ്മൾ നടത്തുന്ന സമരമല്ല. ഇപ്പോൾ LDF അനുകൂലികളായ പല അധ്യാപക സംഘടനകളുണ്ട്, ഈ സമരത്തിനൊപ്പമാണ് എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. 100% വിശ്വസിക്കുന്ന കൂടെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിലെ ഈ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ജനങ്ങളും നിങ്ങളുടെ കൂടെയാണ്, ഈ സമരത്തോടൊപ്പമാണ്. വിജയം വരെ നമ്മളിത് തുടരണം. അപ്പോൾ ഈ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് പോകുന്ന ആ ജീവാനന്ദം എന്ന് കേൾക്കാൻ എന്തുമാത്രം സുഖമാണ്. അതേക്കുറിച്ച് ഞാൻ അസംബ്ലിയിൽ ഒരു ചോദ്യം ചോദിച്ചു, ഫ്ലോറിലാണ് ചോദിച്ചത്. അപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി എന്നോട് പറഞ്ഞത് കാള പെട്ടെന്ന് കേൾക്കുമ്പോൾ കാറെടുക്കരുത് എന്നാണ്. അതിൻ്റെ അർത്ഥം ആ പദ്ധതി നടപ്പിലാക്കിയില്ല എന്ന്. പക്ഷേ അവർ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്നാണ്. അപ്പോൾ പൊതുവേ നമ്മുടെ സർക്കാർ ജീവനക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ്. ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ പണം ഇങ്ങനെ പിരിച്ചെടുക്കുന്നത്? ഇത് പറയുന്നത് ജീവാനന്ദം, നിങ്ങളുടെ ശമ്പളത്തിന് ഒരു തുക അവിടെ തടഞ്ഞു വെച്ച് അത് നിങ്ങൾക്ക് നിങ്ങൾ സർവീസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നൽകുമെന്നാണ്. അപ്പോൾ ഞാൻ മറ്റൊന്നും പറയുന്നില്ല. കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യനായ കാസർഗോഡ് MLA ശ്രീ NA നെല്ലിക്കുന്നിനുള്ള നന്ദി ഹൃദയപൂർവ്വം. നമ്മുടെ ജില്ലാ കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തിയ ഈ പ്രതിഷേധ പരിപാടിക്ക് ശ്രീ GK ഗിരീഷ് സാറിനുള്ള നന്ദി, എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ആശംസാ പ്രസംഗങ്ങൾ നടത്തിയ ശ്രീ P ശശിധരൻ സർ, ശ്രീ K അനിൽകുമാർ സർ, ശ്രീ പ്രശാന്ത് കാനത്തൂർ സർ, ശ്രീ അശോകൻ കോടൂർ, വാസുദേവൻ നമ്പൂതിരി സാറിന് എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ കാസർഗോഡ് സബ് ജില്ലയിൽ വെച്ച് നടന്ന ഈ പരിപാടിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജില്ലാ സെക്രട്ടറി ശ്രീ PT ബെന്നി സാറിന് എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടിയിൽ പോയി കാരണം പുതിയ സ്റ്റാൻഡിൽ അടുത്തൊന്ന് കഴിഞ്ഞ് വരാൻ കുറച്ച് പണിയുണ്ട്. അല്ല ഇപ്പൊ ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ സിദ്ധ
Kerala and Karnataka, the glow of purity. City Gold and Diamonds, Kerala and Karnataka. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com. കണ്ടില്ലേ, ഭാഗ്യത്തിനാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവരുടെ കൂട്ടുകാരോ അവരുടെ വീട്ടുകാരോ അവർ കളിച്ച കളികളോ മറ്റോ ആയിരിക്കാം. അവർക്ക് ട്രാഫിക് നിയമങ്ങളൊന്നും തന്നെ അറിയണമെന്നില്ല. കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അശ്രദ്ധമായി ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. ക്ലാസ് മുറിയിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ റോഡിലും